യോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എവിടെ പോകുന്നു വെച്ചാൽ മാക്സ് കൊട്ടാരക്കര മാക്സിൽ പോകുന്നു. ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ഞങ്ങൾ കൂടാതെ ചേച്ചിയുണ്ട് കേട്ടോ, ഏട്ടത്തിയുണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടാതെ ഒരാളും കൂടെ ഉണ്ട്, മമ്മി അവിടെ മമ്മിയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോയി മമ്മീനെ അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഞങ്ങൾ കൊട്ടാരക്കര മാക്സിൽ പോകുന്നതായിരിക്കും ഗൈസ്. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിൽ പോവുക, കുറച്ച് തുണികൾ മേടിക്കാനുണ്ട്. അപ്പോൾ പുതിയതായിട്ടും തുടങ്ങിയതായിട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പം 2 ആഴ്ച ആയതേ ഉള്ളൂ ഓപ്പൺ ചെയ്തിട്ട്. അത്യാവശ്യം വലിയ മാക്സാണ്, നിങ്ങളെ കാണിക്കാം. ഇനിയിപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. കുറച്ച് തുണികൾ എനിക്ക് മാത്രമല്ല ചേച്ചിക്കും എടുക്കണം, അല്ലയോ ചേച്ചി? എല്ലാവർക്കും എടുക്കണം തുണി. അപ്പോൾ അതിനായിട്ട് ഞങ്ങളെല്ലാവരും പോവാണ് ഗൈസ്. അങ്ങനെ മമ്മിയും വന്ന് ഗൈസ്, മമ്മി കുറേ ഇരിപ്പുണ്ട്. ഇനി അതെ, ലോങ് വീഡിയോസ് ഇപ്പം വളരെ കുറവാണ് ചെയ്യുന്നത് കേട്ടോ. കൂടുതലും ഷോർട്സ് ആണ് ഞാൻ ഇപ്പോൾ ചെയ്യാറ്. അപ്പോൾ മമ്മിയും വന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്ത പരിപാടി നേരെ കൊട്ടാരക്കര പോകാൻ. ഞങ്ങളിപ്പോൾ രണ്ടാലമ്മൂടായി കേട്ടോ, രണ്ടാലമ്മൂട് ജംഗ്ഷനിലായി. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് റൈറ്റ് എടുത്ത് കൊട്ടാരക്കരയ്ക്ക് പോകും. അങ്ങനെ ഞങ്ങൾ മാക്സിൽ വന്നിരിക്കുകയാണ് ഗൈസ്. പാർക്കിംഗ് എനിക്കൊന്ന് താഴെയാ, താഴോട്ട് കൊണ്ടുപോകോ, കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിലാണ് ഗൈസ്. ഇവിടുന്ന് ലിഫ്റ്റ് കാണും മേളിലോട്ട്. ഉണ്ട് അല്ല, ഡോറുണ്ട്, നടന്നും കയറാം. ലിഫ്റ്റും ഉണ്ട്. സെറ്റ്. എന്താ വേണം? അയ്യോ, വളരെ വലിയ ലിഫ്റ്റ് അല്ലേ, ഒരു 10 പേർക്ക് സുരക്ഷിതമായിട്ട് നിൽക്കാൻ പറ്റുന്ന. എങ്ങനെയാന്ന് വെച്ചാൽ സ്പ്രെഡ് ആയിക്കോ. മമ്മിയുടെ ഏരിയ എവിടെ? പിന്നെ മമ്മി വന്ന അയ്യോ അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടോ തോ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ തുടങ്ങിക്കോ. ഈ ആസമല്ല, അല്ല ഇങ്ങനത്തെ മെറ്റീരിയലായിരുന്നു, പ്രിന്റഡ്. ഈ ടീഷർട്ട് ജോണിച്ചനുണ്ട്, അതിൻ്റെ ഒരു പാൻറ്റും കൂടെ എടുത്തു. അങ്ങനെ മമ്മി ഷോപ്പിംഗ് ചെയ്ത്, മമ്മിയാണ് ഷോപ്പ് ചെയ്ത കേട്ടോ. ഇതിൽ എൻ്റെ ഒന്നുമില്ല, എല്ലാം മമ്മിയുടെ സ്വന്തം. ഇത് മൊത്തം ഏട്ടത്തിയുടെ. എൻ്റെ ദൈവമേ, എന്ത് വെച്ചത് ഇത്? ചുമ്മാ പറഞ്ഞ കേട്ടോ, ഇത് മൊത്തം എൻ്റെ ആണേ. ജീവനിച്ച എന്ത് ചെയ്യുന്നു? അതുകൊണ്ട് ജീവനശേഷം ഡ്രസ്സിങ് റൂമിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അതെന്താ പൊതുവെ അങ്ങനെ വരേണ്ടതല്ല. ജീവനശേഷനാ മേടിക്കണം, ബില്ലിങ് മേളിലാണ്. അപ്പോൾ നമുക്ക് ബില്ലിങ് എല്ലാം മേളിലാണ് ഗൈസ്. ഞങ്ങളിപ്പോൾ മേളിലോട്ട് പോകണം. ലിഫ്റ്റ് ഉണ്ട്. അങ്ങനെ ബില്ലിങ് ചെയ്യാനായിട്ട് ഞാനും മമ്മിയും ജീവനശേഷനും നെറ്റ് കേട്ടത്തെയും താഴോട്ട് പോവാ. അല്ല, ഫസ്റ്റ് ഫ്ലോർ ആവും. ഫസ്റ്റ് ഫ്ലോറിൽ ഫുൾ കണക്ഷൻസ്. അയ്യോ, ഇവിടെ ലേഡീസിന്റെ കളക്ഷൻ കൂടുതൽ ചേച്ചി. അയ്യോ ചേച്ചി പെട്ട്. അല്ല, ഇവിടെ ആണോ ബില്ലിങ്? എൻ്റെ ലേഡീസിന്റെ സെക്ഷനാണ്. മെറ്റീരിയൽ തോണ്ട തുണികൾ ചേച്ചിയുടെ. അയ്യോ मम्मी आपके टाइप कपड़े यहाँ पे देखो तो सही. ഇതുകൊണ്ട് ബില്ല് ചെയ്യട്ടെ. 2 ഇതിനകത്ത് എൻ്റെ തുണിയുള്ളൂ തോന്നുന്നു. ഓക്കെ ബ്രോ, താങ്ക് യു. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ഗൈസ്. ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഷോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നെറ്റിയുടെ എന്ത് ചെയ്യും? മമ്മിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ അല്ലേ ഇഷ്ടം? നരച്ച മുടിയാണോ? താടി നരച്ചു പോയി ഗൈസ്, പ്രായമായി. നല്ലതല്ലേ മമ്മി?
തുണിയൊക്കെ ഉണ്ട്, നല്ല തുണിയാണ്. അത് ടോപ്പായത്, പാൻറ്റും ഉണ്ട്. പാൻറ്റും കാണും അകത്ത്. എന്നാണ് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? ചിരിക്കുന്നത്. എൻ്റെ ദൈവമേ, അവർക്ക് ഇഷ്ടപ്പെട്ട മമ്മി മേടിക്കുമോ? മമ്മിയുടെ ഇഷ്ടം നോക്ക്. പാൻറ്റ് തെക്കും. പാൻറ്റ് ചേച്ചി എന്താ യുദ്ധം കഴിഞ്ഞ് വന്നേക്കും. മമ്മിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ആദ്യം ചോദിച്ചത്. മമ്മിക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഒത്തിരി ഉണ്ട് മമ്മി. ഞാൻ ഇങ്ങനത്തെ മമ്മിയുടെ കയ്യിൽ ഒരെണ്ണം പോലും ഞാൻ കണ്ടിട്ടില്ല. ഇദ്ദേഹത്തെ ഒത്തിരി. അതായത് മമ്മിക്ക് ഏതാ ഉള്ളത്? ഉമ്മാതങ്ങ് തള്ളുവാ കൈസ്. ഉമ്മാത് കൊള്ളാം. ഞാൻ എൻ്റെ എടുത്തു, ഞാൻ പേയും ചെയ്തു, ബില്ലും ചെയ്തു. അങ്ങനെ എൻ്റെ സെറ്റ് ഞാൻ മേടിച്ചു കേട്ടോ. കണ്ടെത്തിയിട്ടാണ്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അധികം ഷോപ്പ് ചെയ്യാറില്ല, പക്ഷേ ഇന്ന് കുറച്ച് അത്യാവശ്യം നല്ലോണം ഷോപ്പ് ചെയ്തു കേട്ടോ. കാരണം എൻ്റെ കയ്യിലൊന്നും ഇല്ല ഇടാനായിട്ട്, എല്ലാം ഇട്ടിട്ട് പഴുകി കൈസ്. അതുകൊണ്ട് എന്തായാലും മാക്സ് വന്നല്ലോ, എന്നാൽ പിന്നെ ഷോപ്പ് ചെയ്തേക്കാന്ന് വെച്ചു. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ കൊട്ടാരക്കരയ്ക്ക് അടുത്തൊക്കെ ഉള്ളവരാണെങ്കിൽ മാക്സ് ട്രൈ ചെയ്ത് നോക്ക്. നല്ലതാണ്. ഒരാഴ്ച ആയതുള്ളൂ വന്നിട്ട്. ഇനി പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ ബില്ലിങ്ങിലുള്ള ആൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എന്ന് വെച്ചാൽ നെക്സ്റ്റ് വീക്കോടെ കുറച്ചും കൂടെ നല്ല നല്ല കളക്ഷൻസ് വരുവാണ്. അപ്പോൾ നിങ്ങൾ പറ്റുന്നവരൊക്കെ കൊട്ടാരക്കര മാക്സിൽ വന്ന് ഡ്രസ്സ് എടുക്കാൻ ട്രൈ ചെയ്യുക. നല്ലതാണ്. അങ്ങനെ ഞാനിവിടെ ഇരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഞങ്ങൾ മെൻസിൻ്റെ സെക്ഷൻ താഴെയായിരുന്നു, അതുപോലെ ചേച്ചിയുടെ സെക്ഷനും താഴെയായിരുന്നു. അപ്പം ഞങ്ങൾ താഴെ നിന്ന് സാധനമൊക്കെ എടുത്ത് ബില്ല് ചെയ്യാൻ മേളിൽ വന്നപ്പോൾ ഉണ്ടല്ലോ, ലേഡീസിന് കുറച്ചധികം കളക്ഷൻസ് മേളിലുണ്ട്. മമ്മിയും നെറ്റിയേട്ടത്തെയും ഒന്നും കൂടെ ഒന്ന് കയറി ഷോപ്പ് ചെയ്യാൻ വെച്ചു. മമ്മി സത്യം പറഞ്ഞ് മേടിച്ചില്ലായിരുന്നു. മമ്മിക്ക് ഒരു ഡ്രസ്സ് എടുക്കാനായിട്ട് ഞങ്ങൾ മേളിൽ കയറി നിൽക്കുകയാണ് ഗൈസ്. ഞാനിവിടെ ഇരിക്കുക. കുറച്ച് പോസ്റ്റാണ്. ജിബിനച്ചൻ ഒന്ന് വെളിയിലോട്ട് പോയി കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട്, കൊട്ടാരക്കര ടൗണിലോട്ടൊന്ന് പോയി. അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോഴത്തേന് ജിബിനച്ചനെ വിളിച്ചു. അപ്പോൾ ജിബിനച്ചൻ വരും. ഇപ്പോൾ അതാണ് ഞങ്ങൾ പ്ലാൻ. മമ്മിയും നെറ്റിയേട്ടത്തെയും ഡ്രസ്സിംഗ് റൂമിൽ കയറിയിരിക്കുകയാണ്. എന്ത് വിട്ടോ? ഓക്കെ ഞങ്ങൾ വരും. അങ്ങനെ ജിബിനച്ചൻ വന്നു ഗൈസ്. എന്താ ഇത്? ഓ മൈ ഗോഡ്, വാട്ട് ഈസ് ദിസ്? ഇതെല്ലാം ചേച്ചിയുടെ കേട്ടോ. ഇതിൽ ഈ ലെവൽ വരെ ഉണ്ട് കേട്ടോ. മേളിൽ ഇച്ചിരി ഭാഗ്യമുള്ള ചേച്ചിയുടെ. ബാ തുറന്നു. അല്ല അങ്ങോട്ടല്ല തട്ടും. അങ്ങനെ നമ്മുടെ സാരഥി വന്നേ. ഞങ്ങൾ അറിയാതെ ബേസ്മെന്റിൽ പോയി. അമ്മേ കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്തു കഴിഞ്ഞു ഗൈസ്. ബാഗ് ഒന്ന് മാറ്റിക്കോട്ടെ. അപ്പോൾ ഓവറോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറയാം കേട്ടോ. ഓവറോൾ കുഴപ്പമില്ല കേട്ടോ. മാക്സ് അത്യാവശ്യം വലുതാണ്. ഒന്നുകൂടെ കാണിക്കാം. തൊട്ട് മാക്സ് കേട്ടോ. ഒരാഴ്ച ആയതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ള ഇതേ ഉള്ളൂ. ബട്ട് എന്നാലും ഉണ്ട്, കളക്ഷൻസ് അത്യാവശ്യം ഉണ്ട് കേട്ടോ. വീട്ടിലോട്ട് പോകാം. കൊണ്ടുവിടാൻ പറ്റില്ല. ഫുഡ് എന്തോ മേടിച്ച്? വെജ് സ്റ്റൂ. എന്തായാലും ചിക്കൻ ബിരിയാണിക്ക് ഒരിക്കലും ക്ഷാമം വരുന്നില്ല. നമ്മുടെ ഈ കൊട്ടാരക്കരയിൽ എങ്ങും ഫുഡ് അവൈലബിൾ അല്ല കേട്ടോ. എന്ന് വെച്ചാൽ ഷോർട്ടേജ് ഉണ്ട്. അവൈലബിൾ അല്ലെന്നല്ല, ഈ ബിരിയാണി ഐറ്റംസ് എന്ന് വെച്ചാൽ ഈ അടുപ്പിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ അവൈലബിളാണ്. അല്ലാതെ ഈ കുക്കിംഗ് ഗ്യാസ് വെച്ചുണ്ടാക്കുന്ന ഫുഡൊന്നും ഇവിടെ നിലവിൽ കൊട്ടാരക്കരയിൽ അവൈലബിൾ ആണ്. ചൈനീസും ഒന്നും അവൈലബിൾ. കാരണം ചൈനീസൊക്കെ ഫുൾ ഗ്യാസിലാണ് ചെയ്യുന്നത്. അതെല്ലാം ഷോർട്ടേജാണ് ഗൈസ്. നിങ്ങൾ കൊട്ടാരക്കരയൊക്കെ ഫുഡ് അടിക്കാൻ വരുവാണെങ്കിൽ മന്തി ആ വക ഐറ്റംസ് ഒക്കെ നോക്കുന്നതായിരിക്കും നല്ല. ബിരിയാണി, മന്തി ഇതൊക്കെ നോക്കുന്നതായിരിക്കും നല്ല. കാരണം ബാക്കി ഫുഡൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു വിഷമത്തിൽ, ആ ഒരു ധർമ്മസങ്കടത്തിലാണ് ജിബിനച്ചാച്ചൻ. കാരണം ജിബിനച്ചാൻ നോമ്പായിരുന്നു. ജിബിനച്ചാൻ നോമ്പായതുകൊണ്ട് ഫുഡ് കിട്ടിയില്ല.
കുഴപ്പമില്ലെന്ന് പറയാൻ പറ്റുമോ? ജീവനച്ചാന് ഫുഡ് കിട്ടിയില്ല, നമുക്കേ ഉള്ളൂ. നോൺ വെജുകാർക്കേ ഫുഡ് ഉള്ളൂ. എന്നുവെച്ചാൽ ബിരിയാണി ഐറ്റംസ് ഒക്കെ ഉള്ളൂ, അല്ലാതെ മറ്റു ഐറ്റംസും ഇല്ല. ചൈനീസും ഇല്ല. പനീറും സ്റ്റോപ്പായി. ജീവനച്ചാനാണെങ്കിൽ പനീർ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത മനുഷ്യനാണ്. ചിക്കൻ ഇല്ലാത്തതുകൊണ്ട് പനീറും മുട്ടയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അതെ. വിത്തൗട്ട് പനീർ ജീവനച്ചൻ ഈസ് സീറോ. വിത്ത് പനീർ ഹീസ് ഹീറോ. എന്താ ചേച്ചി ചിരിക്കുന്നേ? അയ്യോ അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. സാരമില്ല ചേച്ചി, ഇതൊക്കെ അങ്ങനെ ഡ്യൂട്ടിയൊക്കെ കാണും. ഡ്യൂട്ടിയൊക്കെ സർവ്വസാധാരണ. ഇനിയിപ്പം നീ എന്താ പഠിച്ചാ നമ്മുടെ അടുത്ത പരിപാടി എന്താ? വലിയ പണക്കാരിയായിട്ട് വേണം വീട്ടിൽ ഇങ്ങനെ വെറുതെ കുത്തിയിരിക്കുക. റെസ്റ്റോറന്റ് തുടങ്ങാൻ പറ്റിയ സമയം. ചേച്ചിയുടെ മുഖത്ത് മൊത്തം കുരുക്കൾ വരാൻ തുടങ്ങി. ഓക്കെ. അപ്പൊ ചേച്ചി എന്ത് ചെയ്യും ചേച്ചി നാളെ? ചേച്ചി ഇല്ലാത്ത എന്താ പറയുന്നത് വീടെന്ന് വെച്ച് കഴിഞ്ഞാ പുളിമ എന്തോ കൊടംപുളി ഇല്ലാത്ത മീൻകറി പോലെ, കഷ്ണമില്ലാത്ത സാമ്പാർ പോലെ ചേച്ചി ഇല്ലാത്ത വീട്. അയ്യോ, ഇനിയിപ്പം ഞങ്ങൾ നേരെ വീട്ടിൽ പോകുന്നു ഗൈസ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. ഒന്നുമില്ലായിരുന്നു, ജസ്റ്റ് മാക്സിൽ പോയി. അപ്പോൾ നിങ്ങളെ ഒന്ന് ഞങ്ങളുടെ കൊട്ടാരക്കരയിലെ മാക്സ് കാണിക്കാമെന്ന് ഞാൻ വെച്ചു. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർക്കൊക്കെ വന്ന് കയറി കാണാം കേട്ടോ. ഓക്കെ, അല്ല കയറി കാണാമെന്നില്ല, കയറി തുണികളൊക്കെ മേടിക്കാം. മറ്റേ സ്റ്റുഡിയോയുടെ അത്രയും വിലക്കുറവല്ല, എന്നാൽ വെസ്റ്റ് സൈഡിൻ്റെ അത്രയും വില കൂടുതലും അല്ല. ആ ഒരു ഇതാ രണ്ടിടയ്ക്ക് നിൽക്കും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കിനി എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ ബൈ. ഒന്നുകൂടെ ബൈ.